കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ, വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യങ്ങൾക്കകത്തു നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് ശത്രുക്കൾ നമുക്കെതിരെ കടന്നു വരാം. പ്രതികൂലങ്ങൾ, നമുക്കെതിരെ ആക്ഷേപമോ പരിഹാസമോ നിന്ദയോ, നമ്മൾ ചെയ്യാത്തതായ വിഷയങ്ങൾ പലപ്പോഴും പലരും അപവാദം പറഞ്ഞ് പരത്തുമ്പോൾ അത് ഇന്ന ആൾക്കാരാണ് പറഞ്ഞു എന്ന് നമ്മൾ അറിയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വേദനപ്പെടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്, അല്ലേ? എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പുതിയ നിയമത്തിലൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മാനുഷികമായിട്ടുള്ള ശത്രുക്കളില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വേദപുസ്തകം നമ്മൾ പൗലൂസിൻ്റെ ലേഖനത്തിലാണ് അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അടുത്ത് പറയാം, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. അപ്പോൾ ഇവിടെ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളുമായി ബന്ധപ്പെട്ടല്ല. വ്യക്തികൾ ഒരുപക്ഷെ നമുക്കെതിരെ തിരിയാമെങ്കിലും, വ്യക്തികൾ നമുക്കെതിരെ നിൽക്കാമെങ്കിലും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവരല്ല അതിൻ്റെ കണ്ണി. അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക സ്വാധീനമുണ്ട്. എന്തിന്? അത് അവരിൽ എൻട്രി ചെയ്തുകൊണ്ട് മാത്രമല്ല, പകരം നമ്മളെ തകർക്കാം. നമ്മുടെ ജീവിതത്തെ, ശുശ്രൂഷയെ, ആത്മീക മേഖലകളെ, ഭൗതിക തലങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് പലപ്പോഴും നമുക്കെതിരെ എന്തുപയോഗിക്കാറുണ്ട്? വാദഗതികൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഈ തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടവരുന്നത്, അല്ലേ? അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ തിരുവചനത്തിൽ ആധാരമാക്കി പറയാം, നമ്മെ സ്തോത്രം ഈ വിധത്തിലുള്ള ശത്രുക്കൾ നമുക്കെതിരെ വന്നാലും നമ്മൾ അതിൻ്റെ ചിലരൊക്കെ പക ഇങ്ങനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും അവരെ കാണുമ്പോൾ ചിലർ മിണ്ടാതിരിക്കും, അവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതൊന്നും ദൈവസ്നേഹമല്ല. സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സലിവുള്ളവരാകണം. എങ്ങനെ? നമ്മുടെ പിതാവ് നമ്മോട് മനസ്സലിഞ്ഞില്ലേ? അപ്പോൾ അതിനുള്ള മുമ്പിലുള്ള ചില വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അതിൻ്റെ 35-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുവിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കൾ ആകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ല. അപ്പം നമ്മുടെ ദൈവം ആരാണ്? അവൻ നന്ദി കെട്ടവരോട് ദയാലുവാണ്, അവൻ ദുഷ്ടന്മാരോട് ദയാലുവാണ്. അപ്പം അങ്ങനെയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ശത്രുത ഇല്ലെങ്കിൽ പക വെച്ചുകൊണ്ടിരിക്കരുത്. സ്തോത്രം. വേറെ പുസ്തകം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? അത് ദോഷത്തിന് ഹേതുവാകും എന്ന് തിരുവചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ച ഹെരോദാവ്, അതുപോലെ റോമൻ പടയാളികൾ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, ഇവരെയെല്ലാം പിന്നത്തേതിൽ കർത്താവ് സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടവന്നു, അല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയാൻ നമുക്കൊരു പക്ഷെ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ എങ്കിലും ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കണം. നമുക്കെതിരെ നിന്നവരോട്, നമുക്കെതിരെ പറഞ്ഞവരോട് ഒന്നും നമ്മൾ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടിരിക്കരുത്. പകരം ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ക്ഷമിക്കാൻ തയ്യാറായാൽ കർത്താവിൻ്റെ അതേ ആത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. യേശുവിനെ ക്രൂശിൽ കയറ്റുമ്പോൾ, യേശുവിനെ നിന്ദിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാചകമുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? എന്താ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്? ഒറ്റ കാര്യമാണ്, യേശു അങ്ങനെ ചെയ്തതുകൊണ്ട് അവന് വേണ്ടി ഒരു ഉയർപ്പ് കർത്താവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് സ്തോത്രം, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഒരു വാക്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളും ക്ഷമിക്കുകയും നിങ്ങൾക്കെതിരെ നിന്നവരോട് പൊറുക്കുകയും നമുക്ക് കഴിയുന്ന നന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെയും ദൈവം അനുഗ്രഹിപ്പാനിടയാകും. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും
അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവ് നിറയ്ക്കണമേ. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് പ്രയോജനമാകുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.